ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്. ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് തേർഡ് പാർട്ടിയുമായിട്ട് അവരിൽ നിന്ന് അകന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും, ആരൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും, നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. എനിക്കിതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ABCD പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു 2 years ബാക്ക് തന്നെ ഞാനിങ്ങനെ യൂട്യൂബ് തുടങ്ങണം, ഞാൻ ഡാൻസറാണല്ലോ, അപ്പോൾ എനിക്ക് അതൊന്നും പോസ്റ്റൊക്കെ ചെയ്യാനായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് 1-2 ചെയ്യുമായിരിക്കും, കുഞ്ഞ് റീൽസ്. പക്ഷേ നമ്മൾ ടാരോ റീഡിങ് വഴി സ്പിരിച്വൽ കണ്ടൻറ്റും ആയിട്ടാണ് നമ്മൾ പോയത്. സോൾ പർപ്പസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരിലേക്ക് നല്ല രീതിയിൽ അത് എത്തട്ടെ, നല്ല രീതിയിൽ വിസ്റ്റംസ് വരട്ടെ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വളർച്ച ഉണ്ടാവട്ടെ, നിങ്ങൾക്കും ഇതുപോലെ നല്ല രീതിയിലുള്ള സംരംഭം തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഞാനിത് 5K ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടാവുമല്ലോ ഇതിൽ ഉണ്ടാവുന്ന ചില ഒരു എനർജീസ്. അപ്പോൾ ഏതോ ഒരു സബ്സ്ക്രൈബർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു 1 നമ്പറിലേക്ക് കുറച്ചത് കണ്ടു. ഇതൊന്നും കുഴപ്പമില്ല, ഒക്കെ യൂണിവേഴ്സിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പൈലായിട്ടൊന്നും വെക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യുവർ മെസ്സേജ്. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ ഞാൻ ഷഫിൾ ചെയ്യുന്നുണ്ട് കാർഡ്സ്. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്. പുതിയൊരു ഡെക്ക് വാങ്ങണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അടുത്തന്നെ വാങ്ങുന്നതായിരിക്കും കേട്ടോ. ഞാൻ എബ്രോഡ് പോകുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അധികം കാർഡ്സ് വാങ്ങണ്ടല്ലോ. ഒരുപാട് ഡെക്സ് ഇപ്പോൾ തന്നെ ഒരു 5 ഇരിക്കുന്നുണ്ട്. അപ്പോൾ അധികം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് കുറച്ചുകൂടിയും ടൈം പിടിക്കുന്നതായിട്ടാണ് മനസ്സിലായത്. അപ്പോൾ ഒരു ഡെക്ക് വാങ്ങണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ റീഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ തോട്ട് വരുന്നത് കേട്ടോ. നിങ്ങളിലേക്ക് കൂടുതൽ വിസ്റ്റംസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് അവരെടുക്കുന്നുണ്ടോ എന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ 3 പ്രാവശ്യം മനസ്സിൽ പറയുക പേഴ്സൻ്റെ പേര്, അവരെ ഫേസ് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡിന് 2 of Wands ആണ് വന്നിട്ടുള്ളത്. 2 of Wands. ഒരു കാർഡ് മടിയിലേക്ക് വീണിട്ടുണ്ട്. Queen of Pentacles ആണ്. നിങ്ങളെ വളരെയധികം ഭംഗിയുള്ള അട്രാക്റ്റീവായിട്ടുള്ള വിമനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അവർ നിങ്ങൾ ഭയങ്കര നിങ്ങളിൽ കണ്ടൻ്റായിട്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ടും അവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. യെസ്, ഇവർ ഭയങ്കര അബണ്ടൻ്റ് ആയിട്ടുണ്ട്, ഞാനില്ലെങ്കിലും അവർ ജീവിതം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ വേദനകളുണ്ട് അവർക്ക്. നിങ്ങളെപ്പോഴും ഭയങ്കരമുള്ള സമയത്ത് ഒരു ഭയങ്കര പൊസസീവായിട്ട് നിങ്ങളിങ്ങനെ 24 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ചെയ്യുന്നു, നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് ഭയങ്കര പൊസസീവായിട്ടുള്ള പേഴ്സൺ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നു. ഇപ്പോഴും അവർക്ക് ആ പൊസസീവ്നെസ് ഉണ്ട്, പക്ഷെ അവർ കാണിക്കാതെയാണ് കേട്ടോ. അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ, നിങ്ങളുമായിട്ടൊരു നല്ലൊരു ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യണമല്ലേ ഇവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. 2, 4 ഒക്കെയാണ്. 8 ഡബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡബിൾ ധമാക്ക ആ വേർഡ്സൊക്കെ എനിക്ക് വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ആഘോഷ കോഴ്സിൽ ഇരുന്നിട്ടാണ് ടാരോ റീഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജസ് നമുക്ക് വരുന്നത് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡെത്ത് കാർഡാണ് കാണിക്കുന്നത്. ഡെത്ത്, 9 of Swords ആണ്. 3 of Swords ആണ്. Again sword energy, 4 of Swords, 10 of Swords, Page of Pentacles, ലവേഴ്സ് കാർഡ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇവർക്ക്. ഞാൻ പറഞ്ഞാലും ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്. ആക്സെപ്റ്റൻറ്റ് മോഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കാല് വയ്ക്കുക കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. അതാണ് ഈ രാത്രി കിടന്നിട്ട് ഇരിപ്പറങ്ങില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. ചിലപ്പോൾ ഒരു ഹായ് വരുമായിരിക്കും, നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ ചിലപ്പോൾ റിപ്ലൈ തരുന്നുണ്ടായിരിക്കും. അവർ എന്തെങ്കിലും തിരക്കിനിടയിൽ നിങ്ങളെ പെട്ടെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതാണ്. അതുപോലെ ഡെത്ത് കാർഡ് കാണിക്കുന്നു, ട്രാൻസ്ഫോർമേഷൻസ് കാണിക്കുന്നു, ഒരു ട്രാൻസിഷൻ കാണിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്,
അവർ നിങ്ങളുടെ അടുത്ത് അവർ വരുമ്പോഴേ നിങ്ങളെങ്ങനെയാണോ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഇമോഷണൽ ലെവലിലും ഫിസിക്കൽ ലെവലിലൊക്കെ നമുക്കൊരാളുമായിട്ട് ഇൻറ്റിമസി തോന്നണമെങ്കിൽ ആദ്യം ഇമോഷണൽ തലത്തിൽ ഇൻറ്റിമസി ഉണ്ടെങ്കിലാണ് ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് അത് വരുള്ളൂ. അപ്പം ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ വളരെ റൂഡായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റിമസി കുറവായിരിക്കും. നിങ്ങളോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇൻറ്റിമസി കുറവാണ്. നമുക്ക് ഒരാളുമായിട്ട് അഗാധമായിട്ട് മനസ്സുകൊണ്ടും ആ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് വരുള്ളൂ. അപ്പോൾ അവിടെ അതൊന്നും കുറവാണ്. അപ്പോൾ ഒരു കൂടുതൽ സ്ട്രെസ്സ് വരുന്നുണ്ടായിരിക്കും, ടെൻഷൻ വരുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ സെക്കൻഡ് ചാൻസസ് തരുമില്ലേ, ഇനി അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളവരെ മൈൻഡ് ചെയ്യുമോ, അതെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ തിരിച്ചു വേദനിപ്പിക്കുമോ. ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് നിങ്ങളാണ് ഒരു ട്രൂ ആയിട്ടുള്ളൊരു ഇവരിപ്പോൾ എത്ര പുറത്ത് തേടിയാലും ഇവരെത്ര പുറത്ത് തേടിയാലും ഭയങ്കരമായിട്ട് ഈ ടയേർഡ്നെസ് പോലെയൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, കാരണം അവർക്ക് ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരായിട്ട് തന്നെ ഇരുന്ന് സംസാരിക്കാം. അവിടെ ഇങ്ങനെ ചിന്തിച്ച് പറയണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടൊക്കെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ശ്രദ്ധിച്ച് കൊണ്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ ഡിമാൻഡിങ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് അവരെ കണ്ണാടി നോക്കി സംസാരിക്കുന്ന പോലെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവർ നിങ്ങളുമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അവർക്ക്, ഭയങ്കര മനസ്സമാധാനമാണ് അവർക്ക് വരുന്നത്. പക്ഷെ ഇത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വൈഫാണ്, മേബി ഇപ്പോൾ അവരുടെ വൈഫായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണോ ആരാണെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണെങ്കിൽ എന്താണ് പറയുന്നത്, റിയോ സോഴ്സ് പറയുന്നത് അവർക്ക് ആ ഒരു ഹൃദയത്തിൽ അവരിപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ ഓർമ്മ വരും, നിങ്ങളെന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് മനസ്സിൽ വരും. അങ്ങനെയാണ്. നിങ്ങളെ മറന്നിട്ട് അവരൊരു കാര്യം ലൈഫിൽ ചെയ്യുന്നില്ല. ഒരുപാട് അവർ നിങ്ങൾ മറന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ആ ഒരു ശ്രമങ്ങളൊക്കെ അവർക്ക് രാത്രി ഉറക്കത്തിന് ബുദ്ധിമുട്ടായിട്ടും ഹെൽത്ത് ബ്ലെസ്സിങ്സൊക്കെ ആയിട്ടും ഞെട്ടി എണീക്കുക. നിങ്ങൾ മേ ബി വേറെ ആരുമായിട്ട് മാരേജ് ഒക്കെ ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും റീസൺസ് കാണുമ്പോൾ ഞെട്ടി എണീക്കുന്നില്ല, അവർ ഒഴിഞ്ഞുകൊണ്ട് പോവുമോ. അവർ അതാണ് പോസസീവ്നെസ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർക്കൊരു പേടിയാണ്, നിങ്ങൾ വിട്ടു പോകുമോ, നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുമോ, അതൊക്കെ അവർക്ക് ഭയങ്കര പെയിൻ. അവർ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര പെയിനാണ്. കുറച്ച് സെൽഫിഷ്നെസ്സൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒരുപാട് ഡീപ്പറായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ്, ചേഞ്ച് വരുന്നുണ്ട്, അവർ നന്നായിട്ട് മാറാൻ പോവുകയാണ്. ചേഞ്ചായി അവർ അവരുടെ ആ ഒരു സോൾ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവർ മുന്നിലുള്ള കറകളിലൂടെയാണ് പോകുന്നത്. 4Dയിലാണ് അവരിപ്പം. മെല്ലെ ഒരു 5Dയിലേക്ക് വരും, പിന്നെ 6Dയിലേക്ക് വരും. അങ്ങനെ അവരുടെ ഹയർ സെൽഫ് അസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എനർജി പറയുന്നു. കരിയർ റിലേറ്റഡ് ആയിട്ടും അവർക്ക് കുറേ രീതിയിലുള്ള തടസ്സങ്ങൾ, ബ്ലോക്ക്സ് ഉണ്ട്, എനിമീസ് ഉണ്ടായിരിക്കാം, ഫൈറ്റിംഗ് എനർജി ഉണ്ടായിരിക്കാം. ഓക്കെ, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് സൈഡ് ഓഫ് പെൻഡക്കിൾസ്, ഡെത്ത് കാർഡ്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് പറയുന്നത്. 3 ഓഫ് പെൻഡക്കിൾസ് പറയുന്നുണ്ട്. 3 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടും എന്തെങ്കിലും ഒരുമിച്ച് റെസെൻറ്റഡ് ആവണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾസ് ഫിനാൻഷ്യൽ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് പിന്നെ അവർക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരാൻ സാധിക്കും. അതും പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് എംപ്രസ് കാർഡാണ് കാണിക്കുന്നത്. ഫെർട്ടിലിറ്റി, നിങ്ങളുമായിട്ടുള്ളൊരു ഫെർട്ടൈലായിട്ട് നിങ്ങളാണ് ശരിക്കും അവർ റിയൽ മദർ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുക. ഭയങ്കരമായിട്ട് കെയറിങ്ങും നർച്ചറിങ്ങും, അവരിങ്ങനെ ഫുഡ് വാരി കൊടുക്കുക, അവരെ ഹെൽത്ത് ശ്രദ്ധിക്കാം, ഇങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യും നല്ലതായിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു. ഇതൊക്കെ അവർക്ക് ഭയങ്കര എഫെക്ഷൻ നിങ്ങളോട് തോന്നാറുണ്ട്. എഫെക്ഷനേറ്റ് എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ ഭയങ്കര ബ്യൂട്ടി ആയിട്ടും എന്താ പറയുക ഫിസിക്കലായിട്ടും എല്ലാ രീതിയിലും അവർക്ക് അട്രാക്ഷനും ഇൻഫാക്ച്വേഷൻസും ഒക്കെ തോന്നുന്നത് നിങ്ങളോടാണ്. അതാണ് എംപ്രസ് എനർജി. എംപ്രസ് എന്ന് പറഞ്ഞാൽ ക്വീൻ എനർജിയാണ്. വളരെ പ്രായം ഉദ്ദേശിക്കുന്ന വിസ്റ്റംസ്, ഒരുപാട് നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു പേഴ്സണായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നമ്മൾ റീഡിങ് എന്നാൽ അവരുടെ എനർജി വളരെയധികം കുറഞ്ഞു. നിങ്ങളുമായിട്ട് മേ ബി അവർ ലീഗലി മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിവോഴ്സോ സെപ്പറേഷൻസിലൊക്കെ പോകാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. അതാണ് 3 ഓഫ് സോർഡ്സ്. 3 ഹൃദയം അവരെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഹാപ്പി ആയിട്ടാണോ അല്ല, സാഡാണ്, കുറ്റപ്പെടുത്തലുണ്ട്. അപ്പോൾ അവരുടെ ജോലിയിലേക്കും അതൊക്കെയാണ് ഇതിലേക്കൊക്കെ ഫോക്കസ് ചെയ്തവരും അവരെ മറക്കാൻ ശ്രമിക്കും. അവർ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുകയാണ്. ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റിലൂടെ ഹാപ്പിനെസ് കണ്ടെത്തുക. റിലേഷൻ വൈസ് 0 ആണ് കാണിക്കുന്നത്. കണ്ടോ, 9 ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് ആർക്കേഞ്ചൽ റഫേൽ.
നിങ്ങളെ രണ്ടുപേരും കൂട്ടിമുട്ടിച്ചത്. ആർക്കേഞ്ചൽ റഫേൽ എന്ന് പറയുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി എല്ലാവരും കൂട്ടിമുട്ടിച്ചതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, കാരണം നിങ്ങൾ ആ സോളിനെ കൂടിയും ഒരു ഇതായിരുന്നു നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്നും ഒക്കെ, അതൊക്കെ നല്ല രീതിയിൽ നടന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറയുന്നു, അവർ ജോലി മാറ്റത്തിന് നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും കാണിക്കുന്നുണ്ട്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സിനോട്, അപ്പം അറിഞ്ഞോ അറിയാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എനർജിയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ് വന്നതുകൊണ്ട് നല്ല രീതിയിൽ പറയാം ഒരു റീയൂണിയൻ പോസിബിലിറ്റി. നിങ്ങൾക്ക് മേ ബി പ്രപ്പോസൽസ് വരാനോ ഇവരിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ലെങ്കിൽ പഴയതുപോലെയുള്ള ഒരു പെരുമാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ എന്ന് കരുതി വെയിറ്റ് ചെയ്ത് അവർക്ക് പോയി മെസ്സേജ് അയക്കണമെന്നല്ല, അവരായിട്ട് വരും. അവരൊക്കെ ആ സ്പേസ് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആഴ്ചകളിലുള്ളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ചിലവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നോട് പറഞ്ഞ ചിലപ്പോൾ മാം അവർക്ക് തേർഡ് പാർട്ടി ഉണ്ട്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല. അപ്പോൾ സംഭവിക്കില്ല, കാരണം നിങ്ങൾ എങ്ങനത്തെ എനർജിയിലാണോ കാണുന്നത് അതുപോലെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അവർ വരുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ആസ്ക് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക. അബണ്ടൻസ്, ഒരുപാട് അബണ്ടൻസും പ്രോസ്പെറിറ്റിയും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ഇതിലൂടെ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. നിങ്ങളെൻ്റെ എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കണക്റ്റായി വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുവാണെങ്കിൽ കമൻറ്റ്, ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലെയിം. യു കൻ ക്ലെയിം ഐ ക്ലെയിം മൈ പെർമനൻറ്റ് ഹാർമോണിയസ് യൂണിയൻ വിത്ത് മൈ പേഴ്സൺ, അല്ലെങ്കിൽ മൈ കൗണ്ടർ പാർട്ട്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ സോൾമേറ്റ്. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ എനർജിയെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മെസ്സേജസും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് തോന്നിയത്. നമ്മളെന്താ പറഞ്ഞത് റീഡ് ചെയ്തത്, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയോട് വീക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു തിരിച്ചുവരവുണ്ടോ എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ട്, 100% ഉണ്ട് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പറാണുള്ളത്. കൂടാതെ പേയ്മെൻറ്റൊക്കെ ചെയ്യുക. പെയ്ഡ് റീഡിങ്സ് ആയിരിക്കും, ഹീലിങ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഫ്രീ റീഡിങ്സോ ഡൗട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കില്ല, ഒരു കൺഫർമേഷൻസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ രണ്ടുപേരുടെ എനർജിയൊക്കെ നോക്കണം. അവിടെ ഞാൻ വെറുതെ ഇരുന്ന് നിങ്ങൾ ഒരിക്കലും ചിജിക്കൊന്ന് കാർഡ് എടുത്ത് റീഡ് ചെയ്യില്ല വേണം, അങ്ങനെയല്ല. നിങ്ങളുടെ എനർജി വരുമ്പോൾ അതിന് ഞാൻ പ്രൊട്ടക്റ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ആ എനർജി റിസീവ്ഡ് ആവും. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനർജി എക്സ്ചേഞ്ച് വെക്കുന്നത്. വീട്ടിലാണെങ്കിലും റീഡ് ചെയ്ത് കൊടുക്കും, എന്തെങ്കിലും ഒരു ദക്ഷിണ അയച്ചു തരാറുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു.